വളർന്ന തറവാടിന്റെ വീട്ടുമുറ്റത്ത് ചെറുപ്പത്തിൽ മണ്ണ് കുഴച്ചെടുത്ത് ശില്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ചന്ദ്രൻ. പക്ഷേ പലപ്പോഴും ആരൊക്കെയോ ആ മൺശില്പങ്ങൾ എറിഞ്ഞു തകർത്തു. അന്നു മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു സ്വന്തമായി വീടുണ്ടാക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് മനോഹരമായ അനവധി ശില്പങ്ങൾ തീർക്കണമെന്നുള്ളത്. കായക്കൊടിയിലെ നാട്ടുകാരുടെ പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചതോടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ആവേശമായി മാറി. രാജകൊട്ടാരം കാണാനും ചന്ദ്രന്റെ നിർമ്മാണ രീതി കാണാനും നാട്ടുകാരും കുട്ടികളുമെല്ലാം വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റത്തെത്തും. പന്തലൊരുക്കാൻ കഴിയാത്തതിനാൽ നിലവിൽ മഴ മാത്രമാണ് ഒരു പ്രതിസന്ധി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജന, എന്ത് രസമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു അടിപൊളി രാജകൊട്ടാരം ഗംഭീരമായിട്ടുണ്ട്. ഈ മേഖലയിൽ വലിയ കഴിവുള്ള ആളാണ് ചന്ദ്രദേട്ടൻ. അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഇനിയും കൂടുതൽ കിട്ടട്ടെ അല്ലേ? സ്കൂൾ കാലഘട്ടം മുതലാണ് ചന്ദ്രൻ ചേട്ടൻ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ മണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ തുടങ്ങിയത്. കളിമണ്ണിലോ ഒന്നുമല്ല ചന്ദ്രൻ ചേട്ടൻ ഈ രൂപങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. സാധാരണ മണ്ണിലാണ്, അതായത് നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, അത് ചെമ്മണ്ണ് രൂപത്തിലുള്ള മണ്ണാണ് ഇതിനായി അദ്ദേഹം എടുത്തിരുന്നത്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലാണ് നിർമ്മാണത്തിലേക്കൊക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം തറവാട്ട് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തറവാട്ട് വീടിൻ്റെ ഉമ്മരത്ത് മുറ്റത്തിരുന്നു കൊണ്ടാണ് ഈ ശില്പങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഓരോ രൂപങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു വെക്കുകയായിരുന്നു. അപ്പോൾ ചില ആളുകൾ അദ്ദേഹം നിർമ്മിച്ച ഈ രൂപം അതിനെ കല്ലെടുത്ത് എറിഞ്ഞൊക്കെ നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഒരു നിരാശ തോന്നിയിരുന്നു ചന്ദ്രചേട്ടൻ ആ സമയത്ത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത രൂപങ്ങൾ അവ ചില ആളുകൾ വന്ന് നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമം അത് വലുതായിരുന്നു. പക്ഷേ അതിൽ നിന്നുണ്ടായൊരു നിരാശ, അതാണ് ഇത്തരത്തിൽ വലിയൊരു കൊട്ടാരം ഇപ്പോൾ തീർക്കാനായിട്ട് അദ്ദേഹത്തിന് ഊർജം പകർന്നത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു നിരാശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ സ്വന്തമായി ഒരു വീട് വെച്ച് അവിടെ സ്ഥലമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വലിയ ഒരുപാട് കൊട്ടാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശില്പങ്ങൾ അവിടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ നിർമ്മിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹമാണ് അദ്ദേഹം ഇപ്പോൾ ഏതായാലും പൂർത്തീകരിച്ചിരിക്കുന്നത്. വലിയൊരു കൊട്ടാരം തന്നെയാണ് അദ്ദേഹം വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് അത് കാണാനും. നമ്മളൊരു പക്ഷേ പഴയ സിനിമകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളിലൊക്കെ ആയിരിക്കും ഇതുപോലെ മനോഹരമായ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് മണ്ണിൽ കുഴച്ച് അത് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. വളരെ മനോഹരമായ ദൃശ്യമാണ്. എന്തായാലും ആ കൊട്ടാരം കാണാനായിട്ട് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം അകലെ ദേശത്തുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർ പോലും ചന്ദ്രചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വരാറുണ്ട്. കുട്ടികൾക്കാണ് ഇത് കാണുമ്പോൾ ഒരുപാട് കൗതുകം. കാരണം അവർ ഈ സിനിമകളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കൊട്ടാരം അവരുടെ മുന്നിൽ ഇതുപോലെ വെക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ചന്ദ്രചേട്ടൻ്റെ അടുത്ത് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നും അതിനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുമുണ്ട്. ചന്ദ്രചേട്ടൻ അത് സന്തോഷമാണ്. കാരണം അത്രയേറെ ദിവസങ്ങളെടുത്താണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. ചന്ദ്രചേട്ടൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ആ കിട്ടുന്ന സമയത്താണ് ചേട്ടൻ ഈ ഒരു വലിയ കൊട്ടാരം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കൂലിപ്പണി ആകുമ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആ സമയം ചെലവഴിക്കാൻ അദ്ദേഹം ചിലപ്പോൾ ഇരിക്കാറില്ല. കാരണം ഇതിൻ്റെ പുറകെ ആയിരിക്കും അദ്ദേഹത്തിന് അത്രത്തോളം താല്പര്യമാണ് ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ നിർമ്മിക്കാൻ. നേരത്തെയും ഇതുപോലെ പല രൂപങ്ങളും ചന്ദ്രചേട്ടൻ നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ ആയിരുന്നു, ആന, പൂച്ച, മുതല, അങ്ങനെ ചെറിയ മൃഗങ്ങളെയൊക്കെ അദ്ദേഹം വലുതായി തന്നെ ഈ മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. പിന്നീടാണ് ഈ കൊട്ടാരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണത്തിലേക്കൊക്കെ ചന്ദ്രചേട്ടൻ കടന്നത്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വീടിൻ്റെ മുറ്റത്തിപ്പോൾ അല്പം സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കുറേയും കൂടെ ശില്പങ്ങൾ നിർമ്മിക്കാമായിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പം വേനൽമഴയൊക്കെ ഉണ്ട്. അപ്പോൾ വേനൽമഴ പെയ്യുമ്പോൾ ഇത് തകർന്നു പോവോ എന്നുള്ളൊരു ആശങ്ക കൂടെ ചന്ദ്രചേട്ടനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ മഴ വരുമോ എന്നുള്ള ആശങ്കയിൽ ഷീറ്റ് വെച്ച് മൂടുകയാണെന്നാണ് പറയുന്നത്. അതിനൊരു പരിഹാരം കൂടെ ആയിരുന്നെങ്കിൽ ഇത് കുറേ കാലം കൂടി ഇതുപോലെ അദ്ദേഹത്തിനെ കാണാമായിരുന്നു എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ആദ്യഘട്ടങ്ങളിൽ വളർത്താനായിരുന്നില്ല, അദ്ദേഹത്തെ തളർത്താനായിരുന്നു കുറെ ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തളരാതെ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ മുൻപോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഈ കഴിവ് അത് ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അതിഗംഭീരമായി ഇനിയും നിർമ്മിതികൾ ഈ കൈകളിൽ നിന്ന് ജനിക്കുമെന്ന്. എല്ലാവിധ ആശംസകളും ചന്ദ്രചേട്ടന്.